ഹായ് ഓൾ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ അതിന് മുന്നേ ഞാൻ കണ്ടു എൻ്റെ ഹെയർ കളർ എങ്ങനെയുണ്ട് ഗൈസ്, നല്ലതാണോ? അപ്പോൾ ഞാൻ ഹെയർ കളർ പുതിയ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ പ്രോഗ്രാമാണ് ആലുവയിലുള്ള നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയുടെ ഗ്രാൻഡ് റീഓപ്പണിംഗ് ആയിരുന്നു. റീഓപ്പണിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഇനോഗ്രേഷൻ പരിപാടിയാണ്. പക്ഷേ ഞാനല്ല ഇനോഗ്രേറ്റ് ചെയ്തത്, ഞാനാണ് ആങ്കറിങ് ചെയ്തത്. അപ്പോൾ ഒരു ആങ്കറിങ് പരിപാടിയായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ആങ്കറിങ്. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ പാഷനാണ് ആങ്കറിങ്. അപ്പോൾ നക്ഷത്ര ജ്വല്ലറിയുടെ റീ ഓപ്പണിങ്ങിൻ്റെ ഒരു ഇനോഗ്രേഷൻ സെറമണിയിൽ ആങ്കറായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കോസ്റ്റ്യൂം ഇതെല്ലാം ഇതിന് മേലെ ഒരു സംഭവം കൂടിയുണ്ട്. അതപ്പോൾ അവിടെ എത്തിയിട്ട് കോസ്റ്റ്യൂം അവിടെ എത്തിയിട്ട് ചെയ്യാം, വീഡിയോ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നക്ഷത്രയുടെ പരിപാടികളും കാര്യങ്ങളും അവരുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് തന്നെ ഏറ്റവും എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷോറൂമാണ് നക്ഷത്ര ജ്വല്ലേഴ്സ്. അവരുടെ 4 ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഈ 4 ഔട്ട്ലെറ്റിൽ ഒന്ന് ആലുവയാണ്. ആലുവയിലാണ് അവരുടെ സ്റ്റാർട്ടിങ്. 10 വർഷമായി അവർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അവരുടെ ആദ്യത്തെ ഔട്ട്ലെറ്റാണ് ആലുവയുടെ ഇത്. അപ്പോൾ അവരൊന്ന് റിനോവേറ്റ് ചെയ്തതാണ്. പിന്നെ വരുന്നത് പെരുമ്പാവൂർ, പിന്നെ MG റോഡ്, പിന്നെ എൻ്റെ സ്വന്തം തോപ്പുംപടിയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കപ്പോൾ നക്ഷത്ര ജ്വല്ലേഴ്സിൻ്റെ വിശേഷങ്ങളും ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ അവിടെ ഒരുപാട് മീഡിയക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ട്. പോലെ തന്നെ എനിക്കും ഇൻട്രോ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹലോ. ഇവിടെ ഇപ്പോൾ തിരക്കിലാണ്. ലഡു ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ദേവി മാം ഹായ്, ഇത് എൻ്റെ വ്ളോഗാണ്. എന്തെങ്കിലും പറയാനോ മാമിന്? മാം കുറേ നാളായിട്ട് നക്ഷത്രയുടെ ഫാമിലി മെമ്പറാണ്. അതിനെല്ലാം ഒരു റെസ്മിനെ കണ്ടിട്ട് കുറേ നാളായി. അതെ, ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർ ആയിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. ഒത്തിരി സന്തോഷം. ഒരു റീയൂണിയൻ തന്നെയാണ്. ഓക്കെ മാം. അപ്പോൾ ക്യാമറകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ബിൽഡിംഗ് ഓണർ അല്ലേ? ഫസ്റ്റ് സെയിൽ സാറിനല്ലേ കിട്ടിയേ? എന്നെയാണോ? അതുകൂടാതെ ഇന്നത്തെ സാധിച്ചത് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പഞ്ചായത്തുകളിലുള്ള A+, മേടിച്ച കുട്ടികൾക്ക് അവർ സ്കോളർഷിപ്പ് നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ പഠിക്കുന്ന കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് തന്നെ അവരുടെ ബിസിനസ്സിനെ പോലെ നല്ല രീതിയിൽ അവർ സാധാരണ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സ്വർണ്ണങ്ങളൊക്കെ നൽകുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
ആണ്. അപ്പോൾ ഡയമണ്ട് കളക്ഷൻ നോക്കിയിട്ടില്ല, ഗോൾഡ് എനിക്ക് വലിയ താല്പര്യമില്ല. സിൽവറിലേക്കാണ് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സിൽവർ ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് സിൽവർ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ എന്തെങ്കിലും റിങ്. എനിക്ക് ഇപ്പം ഞാൻ നോക്കിയതിൽ വെച്ചിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻസ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഹെവി ആയിട്ട് തോന്നിയാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അത് ഈസിലി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാഷ്വൽ ആയിട്ട് സീരിയസ്ലി ഇതിൽ ചെറിയ സിംഗിൾ അപ്പോൾ അതാണ് ഇവരുടെ പ്രത്യേകത. ഏറ്റവും സിമ്പിളായിട്ടുള്ള നൈസ് എന്താ പറയുക, ഇതെന്തോ ഒരു ഷേപ്പിന് വരുന്ന എനിക്കറിയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ആങ്കറിങ്ങിന് വന്നതാണ്. അതിന് മുന്നേ ഉള്ള ഇനോഗ്രേഷനും കാര്യങ്ങളെല്ലാം ഓൾറെഡി എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വരണം. ഇവരുടെ ഷോറൂം എന്തായാലും വിസിറ്റ് ചെയ്യണം. കാരണം ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.